തൃശ്ശൂർ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ ASI ആയി ജോലി ചെയ്യുന്ന ശ്രീമതി അപർണ ലവകുമാർ എന്ന് പറയുന്ന സഹോദരി, അത് ഇന്നലെ ഞാൻ ഈ TV ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഏതാണ്ട് ഒരു 2 കിലോമീറ്ററോളം ദൂരം ഒരു ആംബുലൻസിന് മുമ്പിൽ ഓടുകയാണ്. ഓടി ചെന്നിട്ട് ഈ 2 സൈഡിലെ വാഹനങ്ങൾ മാറ്റാൻ പറയുക. കാരണം അത്യാസന്ന നിലയിൽ വന്ന ഒരു രോഗി, ആംബുലൻസിൽ കൊണ്ടുവന്ന ഒരു രോഗിയാണ്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ്. അപ്പോൾ ഇത് ഗതാഗത കുരുക്കിൽപ്പെട്ടവിടെ കിടക്കുക. ഇത് നേരത്തെ ഈ അപർണയൊക്കെ ഇരുന്ന പിങ്ക് പോലീസ് വാനിൽ അതിനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നത്, ഈ ആംബുലൻസ് പോകുന്നത് അപർണ കണ്ടു. നോക്കിയപ്പോൾ പിന്നെ എന്താ അവിടെ കിടക്കുക, പോകാൻ മാർഗമില്ല. തോന്നിവാസമായിട്ട് വാഹനങ്ങൾ കൊണ്ടുവന്ന് കുത്തി നിറച്ചിട്ട് ഈ ആംബുലൻസിന് കടന്നു പോകാൻ ഒരു മാർഗമില്ല. അപർണയിലെ മനുഷ്യസ്നേഹി അവിടെ വീണ്ടും ഉണരുകയാണ്. അപ്പോൾ അപർണ ഇതിൻ്റെ മുമ്പേ ഓടിയിട്ട് എന്തുമാത്രം ഓട്ടം അവിടെ നിന്നറിയാവും. ഇതിൽ നിന്ന് ഒരു 50 അടി 100 അടിയോളം മുമ്പിലായിട്ട് മാറി ഓടുകയാണ്. ഓടിയിട്ട് വാഹനങ്ങളെല്ലാം 2 സൈഡിലോട്ട് മാറ്റി നിർത്തുകയാണ്. ഒരു ഓട്ടോറിക്ഷയാണെന്നുണ്ടെങ്കിൽ പല പ്രാവശ്യം പറഞ്ഞാണ് അവനെ ഇടത്തോട്ട് മാറ്റി നിർത്തുന്നത്. അങ്ങനെ ഇതിനകത്തുകൂടെ അപർണ ഈ ആംബുലൻസ് കടത്തിവിടുന്ന കാഴ്ചയുണ്ടല്ലോ, വളരെ ഒരു വലിയ കാഴ്ചയായിരുന്നു. കാരണം നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ, പോലീസുകാർ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അത് അവരുടെ ഒന്നും കാര്യങ്ങൾ പുറത്തോട്ട് അറിയില്ല. ഇത് ചിത്രീകരിക്കുന്ന വിവരമൊന്നും അപർണ അറിഞ്ഞില്ല. അവസാനം കേരള പോലീസിൻ്റെ വെബ്സൈറ്റിൽ വന്നപ്പോഴാണ് ഇത് കാണുന്നത്, ഇത് ചിത്രീകരിക്കപ്പെട്ടു എന്നൊക്കെ അപർണ അറിയുന്നത്. ഇങ്ങനെ മനുഷ്യ സ്നേഹമുള്ള ആളുകളുണ്ട് കേട്ടോ. അപർണയാണ് ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടേക്കുന്ന ഏറ്റവും വലിയ മനുഷ്യ സ്നേഹികളിൽ ഒരാൾ. കാരണം ഇതുപോലുള്ള ഒരു പ്രവൃത്തി ചെയ്ത് ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ മെനക്കെട്ടതാണ് റോഡിൽ. അപർണയ്ക്ക് മാറി നിൽക്കാം, അവിടെ ഗതാഗത കുരുക്കാണ്. പക്ഷെ അങ്ങനല്ല, പോയി ഓടി അത്രത്തോളം ഓടുകയാണെന്നോ, വലിയ സ്പീഡിൽ. അപർണ നല്ല ഓട്ടക്കാരിയായിരുന്നു കേട്ടോ. കുതിര സവാരിയൊക്കെ പഠിച്ചിട്ടുള്ള ഒരു സഹോദരിയാണ്. ഏതായാലും അപർണയുടെ കർത്തവ്യ ബോധമുണ്ടല്ലോ, അതിനെ വളരെയധികം പ്രശംസിച്ചേ പറ്റൂ. അത് കാണാനിടയായതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഒരു സഹോദരി ഈ രീതിയിൽ റോഡിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനിടയായി. ഇത് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതൊരു പ്രചോദനമാകട്ടെ. ഇവിടെ ഓരോരുത്തരുണ്ടല്ലോ, മൊബൈലിൽ നോക്കി മാറി നിൽക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഗതാഗത കുരുക്ക് വരും. എൻ്റെ വണ്ടി തന്നെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഗതാഗത കുരുക്ക് വരും. അവരൊന്നും അനങ്ങിയാൽ മതിയായിരുന്നു, അതങ്ങ് മാറ്റിവിടാം. പക്ഷേ ഇവർ മൊബൈലും ഒക്കെ നോക്കിക്കൊണ്ട് തണലും നോക്കി മാറി നിൽക്കുന്ന സമയത്താണ് ഇതേപോലെ ഒന്നും വകവെക്കാതെ ഈ സഹോദരി ഇതേപോലെ റോഡിൽ ഓടി നടക്കുന്നത് കണ്ടത്. ഓടുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഓട്ടമായിരുന്നു. അത് കാണാനിടയായത് വളരെ സന്തോഷമുണ്ട്. ഈ അപർണ തന്നെ പണ്ട് ഈ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ വനിതാ കോൺസ്റ്റബിളായിട്ട് ജോലി ചെയ്യുമ്പോൾ 2009 അവിടെ ഒരു ചികിത്സയിൽ ഒരു രോഗി ഒരു ആശുപത്രിയിൽ ഇരുന്ന് മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ അവർ മൃതദേഹം വിട്ടുകൊടുക്കണമെങ്കിൽ പൈസ കൊടുക്കണം. അവരുടെ ആ പാവങ്ങളുടെ കയ്യിൽ അതിന് പൈസയില്ല. അപ്പോൾ ഒന്നും ആലോചിച്ചില്ല, സ്വന്തം വള ഊരി അത് പണയം വെക്കാനായിട്ട് അവർ കൊടുത്തു. അത് വളരെ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു കാര്യമാണ്. അത് അന്നു മുതലേ ശ്രദ്ധിക്കുന്ന ഒരു കാര്യവുമാണ്. ഇത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് തീർന്നില്ല. 2019 ഈ ക്യാൻസർ രോഗികൾക്കുണ്ടല്ലോ, ക്യാൻസർ രോഗികൾക്ക് യഥാർത്ഥത്തിൽ കീമോതെറാപ്പി ചെയ്ത് കഴിയുമ്പോൾ അവരുടെ മുടിയെല്ലാം കൊഴിഞ്ഞു പോകും. അതാണ് അതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം. അല്ലെങ്കിൽ മുടി കൊഴിയാതിരിക്കാനുള്ള മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം പണം കൂടുതൽ മുടക്കണം. ഏതാണ്ട് ഒരു ഇഞ്ചക്ഷന് 3.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവാക്കണം. അങ്ങനെ അത് അവരെ കൊണ്ട് സാധാരണക്കാർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ, അവർ മുടി കൊഴിഞ്ഞു പോകും. മുടി കൊഴിഞ്ഞു പോകുമ്പോൾ അവർക്കതൊരു ഭയങ്കര വലിയ വല്ലായ്മ, മാനസികമായിട്ട് ഒരു സ്ത്രീയുടെ മുടിയെല്ലാം അങ്ങ് കൊഴിഞ്ഞു പോയി മുട്ടത്തലയാവുമ്പോൾ അവരുടെ മാനസികമായിട്ടുണ്ടല്ലോ അവർ വളരെ തളർന്നു പോകും. ആ മാനസിക തളർച്ച കൊണ്ട് മാത്രം ഈ ക്യാൻസർ മാറാത്ത ആളുകളുണ്ട്. കാരണം അവരെ മനസ്സ് കൈവിട്ടു പോകും. അവർ നോക്കുമ്പോൾ മുടിയില്ല, മുട്ടത്തലയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുടിയെന്ന് പറയുന്നത് അത്രയും വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ സ്ത്രീ സങ്കല്പത്തിലും അങ്ങനെയാണ്, അതുപോലെ പുരുഷന്മാർ കാണുന്നതും ഈ രീതിയിലാണ്. അപ്പോൾ ഇവർക്ക് ഒതുങ്ങിക്കൂടാനുള്ള ഒരു ശ്രമം നടത്തും. അങ്ങനെ വരുന്നുണ്ടേ പല നല്ല സഹോദരിമാരും ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ മുടി അവരിതെടുത്ത് കൊടുക്കും കേട്ടോ, ഇവർ കൊടുക്കും. ഈ അടുത്ത സമയത്ത് എന്നെ കാണാൻ സാധാരണ വരാറുള്ള ഇതേപോലെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഉണ്ട്. അയാൾ ഇതുപോലെ ഇങ്ങനെയുള്ള, അതായത് ആളുകൾക്ക് ഒക്കെ ഇതേപോലുള്ള
കാര്യങ്ങളിലൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അയാൾക്ക് ഇപ്പം ഞാൻ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു. ഞാൻ മുമ്പ് കണ്ടു അയാളെ നോക്കുമ്പോൾ അയാൾക്ക് നല്ല മുടിയൊക്കെ തലയിലുള്ള ഒരാളാണ്. വയസ്സൊന്നും ആയിട്ടില്ല, ചെറുപ്പമാണ്. അപ്പോൾ 50 വയസ്സിന് താഴെ ഉള്ളൂ അയാൾക്ക് പ്രായം. ഇന്നാൾ വന്നപ്പോൾ ഉണ്ട് എനിക്ക് ഇയാളെ കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പോൾ അയാൾ ഇങ്ങോട്ട് പരിചയപ്പെടുത്തി, സാറേ ഞാൻ ഇന്നാരാ. ഞാൻ ചോദിച്ചു ഇതെന്തോ മുട്ടയടിച്ചിരിക്കുന്നു തലയൊക്കെ. അത് ഞാൻ ഇപ്പം അങ്ങ് മുട്ടയടിക്കും സാറേ. ഞാൻ ചോദിച്ചു എന്താ. അല്ല ഞാൻ നമ്മൾ കൂടുതലും ക്യാൻസർ രോഗികളുമായിട്ടാണ് ഇടപെടുന്നത്. അപ്പോൾ അവർക്കൊന്നും തലയിൽ ഈ മുടിയില്ല. അപ്പോൾ സ്ത്രീകൾക്കായാലും ഇതാകും. അപ്പം ഞാനും വിചാരിച്ച് എനിക്കെന്തിനാ ഈ മുടി, അങ്ങ് പഠിച്ചേക്കാം. അവരോട് ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഒരു സഹോദരൻ ചെയ്ത് ഞാൻ കണ്ടതാണ്. അതേപോലെ ചെയ്തതാണ് ഈ സഹോദരി അപർണയുടെ നീണ്ട മുടിയുണ്ടല്ലോ, തഴച്ചു വളർന്ന മുടി, അത് 2019 അങ്ങ് മുറിച്ചു കൊടുത്തു. എന്തിന്? വിഗ് ഉണ്ടാക്കാനായിട്ട്. ഇവർക്ക് തലയിൽ വിഗ് വെക്കണമല്ലോ, വിഗ് വെക്കാൻ ആയിട്ട് മുറിച്ചു കൊടുത്തു. അതൊക്കെ വലിയ മനസ്സുള്ളവർക്കേ ചെയ്യാൻ പറ്റൂ, അല്ലാതെ സ്ത്രീകളാരും അങ്ങനെ ചെയ്യത്തില്ല സാധാരണഗതിയിൽ. അങ്ങനെയുള്ള ഒരു സഹോദരിയെ നമ്മുടെ പോലീസ് സർവീസിൽ കാണാനിടയായി. വളരെ സന്തോഷം ഇത് കണ്ടതിൽ. ഈ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഈ പാത പിന്തുടരട്ടെ, ഇതുപോലെ ആകട്ടെ. സേവനം എന്ന് പറയുന്നത് എപ്പോഴും വീണ് കിട്ടുന്ന ഒരു കാര്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. നല്ല മനസ്സുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്. ഇതെന്തായാലും ഉണ്ടല്ലോ, അപർണയ്ക്ക് ഇതിൽ നിന്ന് കിട്ടിയ പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതല്ല അപർണ. പക്ഷേ അത് വഴിയെ വരും, പ്രശസ്തി വന്നുകൊണ്ടേയിരിക്കും. നല്ല സേവനം ചെയ്യുന്ന ഒരാളെ ഈ നല്ല നിന്ന ആളുകൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്നെപ്പോലുള്ള ആളുകൾ ഈ രീതിയിലാണ് ഇത് കാണുന്നത്. ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ഒരുപാട് പേര് കാണും. അതുകൊണ്ടൊന്നും സഹോദരി തളർന്നു പോകരുത്. ആരെങ്കിലും നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്ത് നിങ്ങളെ പേരെടുക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് മറന്നു കളഞ്ഞേക്കണം. വിവരമില്ലാത്തവന്മാർ ഒരുപാടുണ്ട് ഇങ്ങനെ വിളിച്ചു പറയുന്നവന്മാർ. അതൊന്നും ശ്രദ്ധിക്കേണ്ട. നിങ്ങൾക്കുണ്ടല്ലോ ഒരു ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യാനായിട്ട് നല്ല ആരോഗ്യം വീണ്ടും അതുപോലെ തന്നെ അത് സൂക്ഷിക്കാനുള്ള ഇത് കിട്ടട്ടെ. അതിന് നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.